നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു 30 ദിവസത്തെ PYQ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 28ാമത്തെ ദിവസമാണ്. സത്യം പറഞ്ഞാൽ നാളത്തെ കൊണ്ട് നമ്മുടെ ക്ലാസ് തീരേണ്ടതായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് ക്ലാസ് ഇടാൻ പറ്റാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ദിവസം ഒന്ന് മുന്നോട്ട് ചാടിയത്. 18ാം തീയതി ക്ലാസ് നമ്മുടെ 30 ഡേ PYQ ചലഞ്ച് എന്തായാലും തീരത്തുള്ളൂ. ഇനി നമുക്ക് വെറും 3 ക്ലാസ്സുകളൂടി മാത്രമേ ഉള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത പ്രിലിംസ് എക്സാം ഉള്ളവരുണ്ട്. വേറെ എന്തെങ്കിലും അവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. 18ാം തീയതി എക്സാം ഉള്ളവർ നിങ്ങളുടെ പഠിത്തമൊക്കെ നിങ്ങൾ ഉഷാറാക്കി കൊണ്ടുപോകുന്നില്ലേ? കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ? ഇപ്പോൾ ഒത്തിരി ചാനലിലുണ്ടാവും കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും. പിന്നെ SCRT നിങ്ങൾ നോക്കണം. മാത്സും അതുപോലെ തന്നെ ഡെയിലി ചെയ്ത് നോക്കുക. വെറും 2 ദിവസങ്ങളേ ഉള്ളൂ. ഇപ്പോൾ പ്രിലിംസ് പാസ്സാവണം, മെയിൻസ് എക്സാം എഴുതണം, എപ്പോഴും പറയുന്ന പോലെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ തുടങ്ങാം. നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. 41ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് അല്ലേ? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. 42, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? താഴെ തന്നതിൽ ഏതാണ് കിഴക്കോട്ടൊഴുകുന്ന നദി? ഓപ്ഷൻ എ ആണ്, കബനി നദിയാണ് കിഴക്കോട്ടൊഴുകുന്നത് അല്ലേ? ബാക്കി 3 നദികളും കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. കേരളത്തിലെ എത്ര നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്? 3 നദികളാണല്ലേ. അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? ഓപ്ഷൻ ഡി ആണ്, PR ശ്രീജേഷ് ആണ് വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. 45, ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം? ഓപ്ഷൻ സി ആണ്, വരയാടാണ് ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം. അടുത്ത ചോദ്യം, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, രാമനാട്ടം. രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്. 47, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും ചെറിയ നദിയാണ്, കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. 16 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. 48, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ആണ്, ചിങ്ങം 1-നാണ് കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നാഫ്തയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. 51, കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ്. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്നായിരുന്നു. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. അത് കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണല്ലേ. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തുകയും നികുതി പണമായിട്ട് അടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതെല്ലാം കലാപത്തിന് കാരണമാക്കി. കലാപത്തിന് 4-മത്തെ നോക്കിക്കോ, കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി നോക്കിക്കോ, 2-മത്തേതും 3-മത്തേതും തെറ്റാണ്. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത് എന്നതും കലാപത്തെ പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 52, 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? ഓപ്ഷൻ എ ആണ്, നിഹോൺ ഹിൻഡാൻകോ ആണ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന. അടുത്ത ചോദ്യം, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? ഓപ്ഷൻ ബി ആണ്, കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി.
അടുത്ത ചോദ്യം നോക്കിയാലോ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. നവോത്ഥാന നായകരും അവരുടെ കൃതികളുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഒരേ ഒരു ജോഡിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ് ജാതിക്കുമ്മി. ബാക്കിയെല്ലാം തെറ്റാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദർശനമാല. ചട്ടമ്പി സ്വാമികളുടെയാണ് പ്രാചീന മലയാളം. പിന്നെ വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അഖിലത്തിരുട്ട്. ഓക്കെ അല്ലേ. 55 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയായ രാജ്യം ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് ഇന്ത്യയാണ് 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയായ രാജ്യം. 56 വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? ഓപ്ഷൻ സി ആണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആരാണ് രചിച്ചത്? വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 57 തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര പോരാളി ആരാണ്? തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര പോരാളി ആരാണ്? ഓപ്ഷൻ ഡി ആണ് അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി. ആരാണ് അവരെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിളിച്ചത്? മഹാത്മാഗാന്ധിയാണ് അവരെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അഭിസംബോധന ചെയ്തത്. 58 ചുവടെ പറയുന്നതിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ? ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഓപ്ഷൻ എ ആണ് കിഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ. 59 മൊബൈൽ ഫോൺ അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട് എന്ന പദ്ധതി. അടുത്ത ചോദ്യം, മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശ്രീനാരായണ ഗുരുവിനെയാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സസ്യങ്ങളില് ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഓവ്യൂൾ വിത്താകുന്നു. ബീജസംയോഗത്തിന് ശേഷം സസ്യങ്ങളിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഓവ്യൂള് വിത്താകുന്നത്. അടുത്തത് എക്സിറ്റീവ് കൺസർവേഷൻ ഉദാഹരണം ഏതാണ്? ഇതിലേതാണ് എക്സിറ്റീവ് കൺസർവേഷൻ ഉദാഹരണം? ഓപ്ഷൻ സി ആണ് ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് എക്സിറ്റീവ് കൺസർവേഷൻ ഉദാഹരണം. ബാക്കി മൂന്നും ഇൻസിറ്റീവ് കൺസർവേഷൻസ് ആണ്. ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകളൊക്കെ ഇൻസിറ്റീവ് കൺസർവേഷനുകളാണ്. അടുത്തത് ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഗ്ലോബുലിൻ ആണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ. അടുത്തത്, തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്, ഏതാണ്? ഇതിലേതാണ് മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ബി ആണ് ലിപ്പേസ് ആണ് മാംസ്യത്തിൻ്റെ ദഹനവുമായിട്ട് ബന്ധമില്ലാത്തത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞത്. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ് വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കൂടുതലാണ്. ബാക്കിയും 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയായിട്ടുള്ളതാണ്. അടുത്തത്, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക.
ശരിയും തെറ്റും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം തെറ്റാണ്. അതായത് എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്, അത് ശരിയാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്, അതും ശരിയാണ്. ബാക്കി രണ്ടും തെറ്റാണ്. അടുത്ത ചോദ്യം, ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ്, മുയൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്യൂണിക്കൾച്ചർ. 69, കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിലും കാണപ്പെടുന്ന അസ്ഥിസന്ധി. കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്ന അസ്ഥിസന്ധി. 70, സിനാപ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സിനാപ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് സിനാപ്സ് എന്ന് പറയുന്നത് പേശികോശത്തിനും ന്യൂറോണിനും ഇടയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ 2 ന്യൂറോണുകൾക്കിടയിലും സിനാപ്സ് കാണപ്പെടുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്, ബാക്കിയെല്ലാം തെറ്റാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഫ്ലോറിൻ ആണ്. ഫ്ലോറിൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം. ഫ്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 4 ആണ്. അതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആവർത്തന പട്ടികയിലെ പീരിയഡുകളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്നും താഴോട്ട് വരുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടി ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയത് ഫ്ലോറിൻ ആണ്, പിന്നെ ക്ലോറിൻ വരും, അത് കഴിഞ്ഞ് ബ്രോമിൻ, ലാസ്റ്റ് അയഡിൻ. ഇനി സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അൽനിക്കോ. അൽനിക്കോയാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. 73, താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്ത ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബേക്കലൈറ്റ് ആണ് തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത്. 74, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ആണ്, ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോണിന് പേര് നൽകിയത്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. 75ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 76, പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിന് നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, ത്വരണമാണ് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. ത്വരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ആക്സലറേഷൻ എന്ന് പറയും. ഇനി 77, ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ ബി ആണ്, ന്യൂട്ടൺ ആണ് ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ബാക്കി ജൂൾ എന്താണ്? പ്രവൃത്തി, ഊർജം, ഇതിൻ്റെയൊക്കെ SI യൂണിറ്റ് ആണ് ജൂള്. പാസ്കൽ എന്താണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ്. കലോറി എന്താണ്? താപോർജത്തിൻ്റെ യൂണിറ്റ് ആണ് നമ്മൾ കലോറി എന്ന് പറയുന്നത്. അതൊരു SI യൂണിറ്റ് അല്ല. അടുത്തത്, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ്. ഊർജ്ജത്തെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, ഗതികോർജം എന്ന് പറയുന്നത് അല്ലേ. ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം. 79, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ്, അറ്റോമിക് റിയാക്ടറുകളാണ് ഗ്രീൻ എനർജി അല്ലാത്തത്. 80ാമത്തെ ചോദ്യം, കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ഓപ്ഷൻ എ ആണ്, അൾട്രാസോണിക് തരംഗങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ബാക്കി 40 ചോദ്യങ്ങൾ. ബാക്കി ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കാനുണ്ട്. നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ബാക്കി നമ്മൾ ഈ വർഷം നടന്ന 10th പ്രിലിംസ് എക്സാംസിൻ്റെ ഈ വർഷമല്ല 2025 നടന്ന 10th പ്രിലിംസ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കൂടിയുണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.